നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഐഡിയൽ ഗ്യാസ് ലാസിനെ പറ്റി അല്ലെങ്കിൽ വാതക നിയമങ്ങളെ പറ്റി. ഐഡിയൽ ഗ്യാസ് ലാസ് അല്ലെങ്കിൽ വാതക നിയമങ്ങൾ. പ്രധാനപ്പെട്ട 3 വാതക നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോ ലാ. 3 ലാസ് നമുക്ക് പഠിക്കാനുണ്ട്. ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോ ലാ. ഇങ്ങനെ 3 ലോസ് നമുക്ക് പഠിക്കാണ്ട്. നമുക്ക് സമയം കളയേണ്ട നോക്കാം. ആദ്യമായി നമ്മൾ അറിയേണ്ടത് എന്താണ് വാതകങ്ങൾ എന്നാണ്. എന്താ സുഹൃത്തുക്കളെ വാതകങ്ങൾ എന്ന് പറഞ്ഞാല് ദ്രവ്യത്തിന്റെ 3ാമത്തെ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാതകം. ദ്രവ്യത്തിന്റെ 3ാമത്തെ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാതകം എന്ന് പറയുന്നത്. വാതകങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വാതകങ്ങളുടെ മാത്രം പ്രത്യേകത. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വാതകത്തിന് ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമായിരിക്കും. ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തത്തെ താരതമ്യം ചെയ്യുമ്പോൾ അതിലെ ഒരു തന്മാത്ര എടുത്തിട്ട് അതിന്റെ യഥാർത്ഥ വ്യാപ്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ നിസ്സാരമായിരിക്കും. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായിട്ട് തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തിയിലും വാതക തന്മാത്രകൾ ചെന്ന് ഇടിക്കുന്നു. ഇതിന്റെ ഫലമായാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താണ് വാതകമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ പഠിക്കുക. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും വാതക തന്മാത്രകൾ ചെന്ന് ഇടിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. പഠിക്കുക. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതായതുകൊണ്ട് തന്നെ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. പഠിക്കുക. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവം അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഊർജ നഷ്ടം അവിടെ സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല, ഇല്ലെങ്കിൽ ആകർഷണം കുറവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നതെന്ന് ചോദിച്ചാല് ഇവരുടെ ക്രമരഹിതമായ വേഗത കൂടിയ ചലനം മൂലമാണ് കേട്ടോ. അല്ലാതെ വാതക തന്മാത്രകൾ തമ്മിൽ യാതൊരുവിധ ആകർഷണം പോലുമില്ല. ഇനി പറഞ്ഞ കണക്ക് വാതകത്തിന്റെ പാത്രത്തിന്റെ ഭിത്തിയും വാതക തന്മാത്രകൾ തമ്മിലും യാതൊരുവിധ ആകർഷണ ബലവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർ കൂട്ടിമുട്ടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ അതിന്റെ ഉത്തരം? ക്രമരഹിതമായ വളരെ വേഗമുള്ള നമ്മുടെ വാതക തന്മാത്രകളുടെ ചലനമാണ് ഇതിന് കാരണം. അപ്പൊ സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം, എന്താണ് വാതകങ്ങൾ എന്ന് ചോദിച്ചാല് ദ്രവ്യത്തിന്റെ 3ാമത്തെ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാതകം എന്നുള്ളത്. വാതകങ്ങളുടെ മാത്രം പ്രത്യേകത നമ്മൾ പഠിക്കണം. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വാതകത്തിന് ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ ഒരു തന്മാത്ര എടുത്തിട്ട് അതിന്റെ വ്യാപ്തം നമ്മൾ നോക്കിയാൽ അത് വളരെ നിസ്സാരമായിരിക്കും. വാതക തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും അതുപോലെ വാതക തന്മാത്രകൾ ചെന്ന് ഇടിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് വാതക മർദ്ദം അനുഭവപ്പെടുന്നത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായിട്ടും ഇലാസ്തിക സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഉള്ള സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. പഠിക്കുക. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും യാതൊരുവിധ ആകർഷണ ബലവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്രമരഹിതമായ വളരെ വേഗത്തിലുള്ള ചലനമാണ് ഇതിന് കാരണം. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക, പ്രത്യേകിച്ച് വാതകങ്ങളുടെ പ്രത്യേകത. അടുത്തതാണ് നമ്മൾ വാതക നിയമത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബോയിൽ നിയമമാണ്. എന്താ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? ബോയിൽ നിയമമാണ്. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് ബോയിൽ നിയമമാണ്. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണേ, പഠിച്ചോളണേ. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിൽ ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളേ. ബോയിൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിൽ ആണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ താപനില ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കുമ്പോൾ പഠിച്ചോളനെ. ഒന്നുകൂടി പറയാം,
ബോയിൽ നിയമത്തിൽ ആരാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? താപനിലയാണ്. പഠിച്ചോളുക, ആരാണ്? താപനിലയാണ്. അപ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന് വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതിനെയാണ് നമ്മള് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ബോയിൽ നിയമത്തിൽ ആരാ സുഹൃത്തുക്കളെ സ്ഥിരമായിരിക്കുന്നത്? താപനിലയാണ്. അപ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന് വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. എന്താ ഈ വിപരീത അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരാള് കൂടിക്കഴിഞ്ഞാൽ മറ്റേയാള് കുറയും, അത്രയേ ഉള്ളൂ വിപരീത അനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയും, മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും. ഒരാള് കൂടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? കുറയും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. മർദ്ദത്തെ പി എന്നും വ്യാപ്തത്തെ വി എന്നും സൂചിപ്പിച്ചാൽ പി ഗുണം വി ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. പഠിച്ചോളണേ, മർദ്ദത്തെ പി എന്നും വ്യാപ്തത്തെ വി എന്നും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പി ഗുണം വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതിൽ പി ഇൻറ്റു വി എന്നുള്ളത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് പി ഇൻറ്റു വി എന്നും പി ബൈ വി എന്നും ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? പി ഗുണം വി ആണ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ എന്നുള്ളത് സുഹൃത്തുക്കൾ പഠിക്കുക. ഇനി സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബോയിൽ നിയമവും നമ്മുടെ നിത്യജീവിതത്തിലുള്ള അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിത്യജീവിതത്തിലുള്ള നമ്മുടെ ഉദാഹരണങ്ങളുമാണ് PSC സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ഉദാഹരണമാണ് കുളത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള ജലോപരിതലത്തിലെത്തും തോറും വലുതായി വരുന്നു. കുളത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള ജലോപരിതലത്തിലെത്തും തോറും വലുതായി വരുന്നു. അക്വേറിയത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള ജലോപരിതലത്തിലെത്തും തോറും വലുതായി വരുന്നു. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പഠിക്കാം. ബോയിൽ നിയമത്തിന്റെ നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് പോയിന്റിനും ഒരേ കാരണം തന്നെയാണ്. ആദ്യത്തെ രണ്ട് പോയിന്റും ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ ഒന്നിച്ചങ്ങ് പറഞ്ഞത്. കുളത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള ജലോപരിതലത്തിൽ എത്തും തോറും വലുതായി വരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ട് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? ബോയിൽ നിയമം. ഇനി ഇങ്ങനെ അല്ലാതെ PSCക്ക് ചോദിക്കാം. അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ? അത് അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള ജലോപരിതലത്തിൽ എത്തും തോറും വലുതായി വരുന്നു. കണ്ടീഷൻ എല്ലാം സെയിം ആണ്. ഒന്ന് കുളം, മറ്റൊന്ന് അക്വേറിയം എന്ന് മാറ്റിയതേ ഉള്ളൂ കേട്ടോ. ഇതിൽ രണ്ടിലും വരുന്ന പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാല് ബോയിൽ നിയമം അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ് ഇതിൽ രണ്ടിലും പ്രവർത്തിക്കുന്നത് കേട്ടോ. എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ജലത്തിന്റെ ഉപരിതലം അല്ലെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തെക്കാളും എപ്പോഴും ജലത്തിന്റെ താഴ്ഭാഗത്ത് എന്ത് കൂടുതലായിരിക്കും? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡാമിന്റെയൊക്കെ അടിഭാഗം കട്ടി കൂടിയതായിട്ട് പണിയുന്നത്. അപ്പോ ജലത്തിന്റെ ഉപരിതലത്തിനേക്കാളും എപ്പോഴും മർദ്ദം എവിടെയായിരിക്കും? ജലത്തിന്റെ അടിഭാഗത്തായിരിക്കും കൂടുതൽ. ഇതങ്ങ് പഠിച്ചു വെക്കുക, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാകൂല. ഇനി ബോയിൽ നിയമപ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അവിടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ത് ചെയ്യണം? കുറയണം. മർദ്ദം കൂടുന്നെങ്കിൽ അവിടെ ആര് കുറയണം സുഹൃത്തുക്കളെ? വ്യാപ്തം കുറഞ്ഞേ പറ്റൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ ജലത്തിന്റെ അടിഭാഗത്ത് നിന്നും ഒരു കുമിള മുകളിലേക്ക് വരുന്നു എന്ന് കരുതുക. ജലത്തിന്റെ അടിവശത്ത് നിന്ന് ഒരു കുമിള മുകളിലേക്ക് ഉയർന്നു വരുന്നു എന്ന് കരുതുക. സ്വാഭാവികമായിട്ടും അടിവശത്ത് നല്ല മർദ്ദമായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജലത്തിന്റെ ഉപരിതലത്തിനേക്കാളും എന്ത് പറഞ്ഞാലും ജലത്തിന്റെ അടിഭാഗത്ത് എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. ഈ ഉണ്ടായി വരുന്ന കുമിളയ്ക്ക് അതീവ മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ട് ഇവൻ അങ്ങ് ചുരുങ്ങും കേട്ടോ. ഇവൻ അങ്ങ് ചുരുങ്ങിയിട്ട് എന്താവും? ഒരു ചെറു കുമിളയായിട്ട് മാറും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് നമ്മുടെ ബോയിൽ നിയമപ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മർദ്ദം കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയണം? വ്യാപ്തം കുറയണം. ഇല്ലെങ്കിൽ തിരിച്ചും പറയാം, വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയണം. ഇതിൽ രണ്ടും സംഭവിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കൂടിക്കഴിഞ്ഞാൽ മറ്റേയാൾ കുറഞ്ഞേ പറ്റൂ. ഇവിടെ ആരാ കൂടിയത്? മർദ്ദമാണ് കൂടുതൽ. അതുകൊണ്ട് വ്യാപ്തം കുറഞ്ഞു. വ്യാപ്തം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കുറഞ്ഞു എന്നല്ലേ സുഹൃത്തുക്കളെ അർത്ഥം? അല്ലെങ്കിൽ അവന്റെ വലിപ്പം കുറഞ്ഞു എന്നല്ലേ സുഹൃത്തുക്കളെ അർത്ഥം? അതുകൊണ്ട് തന്നെ ഈ ജലത്തിന്റെ ഏറ്റവും അടിയിൽ ഉണ്ടാകുന്ന കുമിള വളരെ ചെറുതായിരിക്കും. ഇനി പയ്യെ പയ്യെ ആ കുമിള എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കയറി വരും തോറും നമ്മുടെ മർദ്ദം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ജലോപരിതലത്തിലേക്ക് എത്തും തോറും മർദ്ദം എന്ത് ചെയ്യും? കുറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഇങ്ങനെ മർദ്ദം കുറഞ്ഞ് ജലോപരിതലത്തിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുമിള നന്നായിട്ട് വലുതായി കഴിഞ്ഞിരിക്കും. അതിനുള്ള കാരണം എന്താണ്? മർദ്ദം കുറയുമ്പോൾ ആര് കൂടണം? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കൂടണം. അങ്ങനെ വ്യാപ്തം കൂടി കുമിള എന്ത് ചെയ്തു? ഒരു വലിയ കുമിളയായിട്ട് മാറുകയും ജലത്തിന്റെ ഉപരിതലത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടുകയും ചെയ്യും. ഏറ്റവും ഉപരിതലത്തിലെത്തിയിട്ട് പൊട്ടുകയും ചെയ്യും. ഇതാണ് കുളത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്ന കുമിളയിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന കുമിളയായാലും അത് തന്നെയാണ്. ഇനി PSC എന്ത് മുന്നിൽ വെച്ചിട്ട് അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന കുമിള എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ബോയിൽ നിയമം തന്നെയാണ്. മറ്റൊരു പോയിന്റ് ആണ്, സ്കൂബ ഡൈവ് ചെയ്യുന്ന വ്യക്തികൾ ആഴം കൂടിയ മേഖലയിൽ നിന്നും ജലോപരിതലത്തിലേക്ക് സാവധാനം മാത്രമേ ഉയർന്നു വരാറുള്ളൂ. വളരെ വേഗം ആഴം കൂടിയ മേഖലയിൽ നിന്നും ജലോപരിതലത്തിലെത്തിയാൽ സ്കൂബ ഡൈവ് ചെയ്യുന്ന വ്യക്തികളുടെ ശരീരത്തിലെ വാതകമർദ്ദം പെട്ടെന്ന് കുറയുകയും വാതകങ്ങൾ വികസിക്കുകയും ചെയ്യും. ഇത് ശരീര അവയവങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതിന് കാരണമാകും. പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സ്കൂബ ഡൈവ് ചെയ്യുന്ന വ്യക്തികൾ ആഴം കൂടിയ മേഖലകളിൽ നിന്നും ജലോപരിതലത്തിലേക്ക് സാവധാനം മാത്രമേ ഉയർന്നു വരാറുള്ളൂ. വളരെ വേഗത്തിൽ അവർ ആഴം കൂടിയ മേഖലയിൽ നിന്നും ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന സുഹൃത്തുക്കളെ? ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന വ്യക്തികളുടെ ശരീരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടല്ലോ, അവർ ഈ ജലത്തിന്റെ അടിയിലോട്ട് പോകുന്ന സമയത്ത് അങ്ങ് ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജലത്തിന്റെ അടിയിലാണ് എപ്പോഴും മർദ്ദം കൂടുതൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവർ വളരെ വേഗം മുകളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മർദ്ദം എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് കുറയും. ഇങ്ങനെ മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? വാതകത്തിന്റെ വ്യാപ്തം കൂടണം. പെട്ടെന്ന് വാതകത്തിന് അവന്റെ വ്യാപ്തം കൂട്ടാൻ കഴിയും. പക്ഷെ നമ്മുടെ ശരീരാവയവങ്ങൾക്ക് പെട്ടെന്ന് ഈ വാതകത്തിന്റെ വ്യാപ്തം കൂട്ടിയതുപോലെ ശരീരാവയവങ്ങളുടെ വ്യാപ്തം എന്ത് ചെയ്യൂല? കൂടൂല. അതുകൊണ്ട് തന്നെ ശരീരാവയവങ്ങൾക്ക് കേടുപാട് ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യും? ഈ വാതകം എന്ത് ചെയ്യും? വലുതാകാൻ ശ്രമിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കേട്ടോ. ഇത് സ്കൂബ ഡൈവർമാരുടെ മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് ഈ പോയിന്റ് സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം. ഇതും എന്തിന് ഉദാഹരണമാണ്? ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ് കേട്ടോ, സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം. അപ്പോ സിറിഞ്ച് കാണാത്ത ഒരു സുഹൃത്തുക്കളും കാണില്ലല്ലോ. സിറിഞ്ചിന്റെ പ്ലക്കർ പിന്നിലേക്ക് വലിക്കുമ്പോൾ പ്ലക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സിറിഞ്ചിന്റെ പിന്നിൽ വരുന്ന ആ ഒരു ആന്റിന പോലുള്ള ഭാഗം കേട്ടോ, അല്ലെങ്കിൽ പിടിയുള്ള ഭാഗം കേട്ടോ. അപ്പോ അതെന്ത് ചെയ്യും? പിന്നിലേക്ക് വലിക്കുന്ന സമയത്ത് സിറിഞ്ചിനുള്ളിലെ വ്യാപ്തം വർദ്ധിക്കുന്നു. സിറിഞ്ചിനുള്ളിലെ വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും വ്യാപ്തം വർദ്ധിച്ചു കഴിഞ്ഞാൽ മർദ്ദം എന്ത് ചെയ്യും? കുറയും. ഇതുമൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കുറയുകയും ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരാൾ കൂടിയാൽ മറ്റേയാൾ കുറയണം. ഇതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഇനി സിറിഞ്ചിലേക്ക് നിറയ്ക്കേണ്ട ദ്രാവകം സിറിഞ്ചിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. ഒന്നുമില്ല സംഭവം. സിറിഞ്ചിന്റെ പ്ലക്കർ നമ്മൾ പിന്നിലേക്ക് വലിക്കുമ്പോൾ സിറിഞ്ചിലെ സിലിണ്ടറിനുള്ളിലെ വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇങ്ങനെ വ്യാപ്തം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മർദ്ദം എന്ത് ചെയ്യണം? കുറയണം. എവിടെ? ആ സിലിണ്ടറിനുള്ളിലെ മർദ്ദം എന്ത് ചെയ്യും? കുറയും. അങ്ങനെ മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കൂടിയ ദ്രാവകം എന്ത് ചെയ്യും? മർദ്ദം കുറഞ്ഞ സിലിണ്ടറിനുള്ളിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. അല്ലെങ്കിൽ സിറിഞ്ചിനുള്ളിലേക്ക് എന്ത് ചെയ്യും? വലിച്ചു കയറ്റപ്പെടുകയും ചെയ്യും. ഇതാണ് സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഇത്രയും ഡീപ്പായിട്ട് സുഹൃത്തുക്കൾ പഠിച്ചില്ലെങ്കിലും സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം എന്തിന് ഉദാഹരണമാണ്? ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ്, വളരെ ആഴം കൂടിയ സമുദ്ര മേഖലകളിൽ പോലും മത്സ്യങ്ങളെ കാണാൻ കഴിയുന്നതിന് കാരണം ചോദിച്ചാൽ അതും ബോയിൽ നിയമമാണ്. വളരെ ആഴം കൂടിയ സമുദ്ര മേഖലയിൽ പോലും മത്സ്യങ്ങളെ കാണാൻ കഴിയുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അതും എന്താണ്? നമ്മുടെ ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ഊതി വീർപ്പിച്ചൊരു ബലൂൺ നന്നായി അമർത്തിയാൽ അതിന്റെ വലിപ്പം കുറയുന്നതിന് കാരണം ചോദിച്ചാൽ അതും ബോയിൽ നിയമമാണ്. ഊതി വീർപ്പിച്ചൊരു ബലൂൺ നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ആ ബലൂണിൽ നമ്മൾ നന്നായിട്ട് ബലം നൽകുമ്പോൾ എന്താ സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ആ ബലൂണിന്മേൽ എന്താണ്? ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു മർദ്ദം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ആര് കുറയണം? ബോയിൽ നിയമപ്രകാരം വ്യാപ്തം കുറയണം. അങ്ങനെ എന്ത് സംഭവിക്കും? ബലൂണിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വലിപ്പം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഊതി വീർപ്പിച്ച ബലൂണ് നന്നായി അമർത്തിയാൽ അതിന്റെ വലിപ്പം കുറയുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ബോയിൽ നിയമമാണ്. പഠിക്കുക. മനുഷ്യ ശ്വാസോച്ഛ്വാസം. അപ്പോൾ അത് പഠിക്കുക. മനുഷ്യ ശ്വാസോച്ഛ്വാസം എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ശ്വാസകോശം വികസിക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ വ്യാപ്തം വർദ്ധിക്കുകയും ശ്വാസകോശത്തിന് ഉള്ളിലെ മർദ്ദം കുറയുകയും ചെയ്യും. മർദ്ദം കൂടിയ പുറത്തെ വായു ശ്വാസകോശത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് എന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ ബോയിൽ നിയമപ്രകാരമാണ്. അതായത് നമ്മുടെ ശ്വാസകോശം വികസിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന് ഉള്ളിലുള്ള വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിക്കും. ബോയിൽ നിയമപ്രകാരം വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ ആര് കുറയണം? മർദ്ദം കുറയണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം?
മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയണം. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറഞ്ഞേ പറ്റൂ. അതാണ് നമ്മുടെ ബോയിൽ നിയമം പറയുന്നത്. ഈ ബോയിൽ നിയമപ്രകാരം ഇവിടെ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലെ വ്യാപ്തം വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും ശ്വാസകോശത്തിനുള്ളിലെ മർദ്ദം കുറയുകയും മർദ്ദം കൂടിയ പുറത്തുള്ള വായു എന്ത് ചെയ്യും, നേരെ ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് മനുഷ്യനിലെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത്. പഠിക്കുക. ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുന്നത്. ബഹിരാകാശത്ത് മർദ്ദം വളരെ കുറവാണ്. തന്മൂലം വ്യാപ്തം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന വാതകങ്ങളും ദ്രാവകങ്ങളും വ്യാപ്തം വർദ്ധിച്ച് ശരീരാവയവങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതിനും ഇത് മരണത്തിന് തന്നെ കാരണമാകുകയും ചെയ്യുന്നു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബഹിരാകാശ യാത്രികരെ പ്രത്യേകതരം സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുന്നത്. അപ്പോൾ ബഹിരാകാശ യാത്രികരെ പ്രത്യേകതരം സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബഹിരാകാശത്ത് മർദ്ദം എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ സുഹൃത്തുക്കളെ. കാരണം എന്താണ്, അവിടെ വായു ഇല്ല, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഇല്ല ബഹിരാകാശത്ത്. അതുകൊണ്ട് മർദ്ദം അവിടെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ മർദ്ദം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോയിൽ നിയമപ്രകാരം വ്യാപ്തം കൂടും. വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവൽ വാതകങ്ങൾ എല്ലാം എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവന്മാരുടെ വ്യാപ്തം കൂടുകയും അതിനനുസരിച്ച് നമ്മുടെ ശരീരാവയവങ്ങളുടെ വ്യാപ്തം നമുക്ക് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് അത് കാരണമാവുകയും ചെയ്യും. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബഹിരാകാശ യാത്രികര് പ്രത്യേകതരം സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുന്നത്. പഠിക്കുക. അടുത്തതായി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച നിയമമാണ് ചാൾസ് നിയമം. എന്താണ് ചാൾസ് നിയമം? വ്യാപ്തം താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം. ഇത് പഠിച്ചോളനെ. ഇങ്ങനെ PSC ചോദിക്കും. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. ചാൾസ് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കസ് ചാൾസ് ആണ്. അപ്പോ മറക്കരുത്, ചാൾസ് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ സുഹൃത്തുക്കളെ? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്കസ് ചാൾസ് ആണ് ചാൾസ് നിയമം ആവിഷ്കരിച്ചത്. ചാൾസ് നിയമപ്രകാരം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, നേരത്തെ നമ്മുടെ ബോയ്സ് നിയമത്തിൽ ആരെയാണ് നമ്മൾ പിടിച്ച് സ്ഥിരമായിട്ട് ഇരുത്തിയത്? അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന താപനിലയാണ് അല്ലെ നമ്മൾ പിടിച്ചിരുത്തിയിരുന്നത്. എന്നാൽ നേരെ തിരിച്ച് ചാൾസ് നിയമത്തിൽ വന്നപ്പോ ഇവിടെ ആരെയാ നമ്മൾ പിടിച്ചിരുത്തിയിരിക്കുന്നത്? മർദ്ദത്തെയാണ്. ആരെയാണ്? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ആണ് ഇവിടെ സ്ഥിരമായിട്ടിരിക്കുന്നത്. മർദ്ദം അല്ലെങ്കിൽ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റിയെങ്കിരുത്തി. അവനടുത്ത് പറഞ്ഞു മിണ്ടാതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ ആരൊക്കെയാണ് വില്ലന്മാരെന്ന് ചോദിച്ചാല് നമ്മുടെ താപനിലയും അതിനോടൊപ്പം വ്യാപ്തവുമാണ്. താപനിലയും വ്യാപ്തവുമാണ് ഇവിടെ വില്ലന്മാർ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് നമുക്ക് പറയാം. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല്, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിൽ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആണ് സംഭവം. ഏതെങ്കിലും ഒരു സ്ഥിരമർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു വാതകത്തിന് ചൂട് കൊടുക്കുവാണെന്ന് കരുതുക, അല്ലെങ്കിൽ താപനില കൊടുക്കുവാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ വാതകത്തിന്റെ വ്യാപ്തം ആ താപനിലയ്ക്ക് അനുസരിച്ച് കൂടും. ഇത്രയേ ഉള്ളൂ ചാൾസ് നിയമം. അതായത് നമ്മുടെ T എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ V എന്ന് പറയുന്ന വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് വ്യാപ്തം എന്ന് പറയുന്നത് എപ്പോഴും താപനിലയ്ക്ക് തുല്യമായിരിക്കും. വ്യാപ്തം കൂടിയാല് താപനില കൂടും, താപനില കൂടിയാല് വ്യാപ്തവും കൂടും. ഏത് നിയമപ്രകാരം? ചാൾസ് നിയമപ്രകാരം. ആര് പ്രകാരമാ? ചാൾസ് നിയമപ്രകാരം. നേരത്തെ ബോയ്സ് നിയമമായിട്ട് മിക്സ് ചെയ്ത് പഠിക്കല്ലേ, പണി കിട്ടുവേ. കൃത്യമായിട്ട് പഠിക്കണേ. ചാൾസ് നിയമത്തിനകത്ത് ആരെയാ നമ്മൾ പിടിച്ച് സൈഡിൽ ഇരുത്തിയത്, മിണ്ടാതിരുന്നോളാൻ പറഞ്ഞത്? മർദ്ദത്തിനെയാണ്. മർദ്ദത്തിനകത്ത് ചാൾസ് നിയമത്തിൽ യാതൊരു ബന്ധവുമില്ല മർദ്ദത്തിന്. ഇവിടെ കളിക്കാരൊക്കെയാണ്? നമ്മുടെ താപനിലയും അതുപോലെ തന്നെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തവുമാണ്. എന്നിട്ട് ചാൾസ് നിയമം എന്താ പറഞ്ഞത്? നിങ്ങൾ എത്ര താപനില കൂട്ടുന്നോ അതിനനുസരിച്ച് ഒരു വാതകത്തിന്റെ വ്യാപ്തം കൂടിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ചാൾസ് ഇത്രേ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ജാക്കസ് ചാൾസ് ഇത്രേ പറഞ്ഞോളൂ. നിങ്ങൾ ഒരു വാതകം എടുത്ത് വെച്ചിട്ട് അതിന്റെ മർദ്ദം അങ്ങോട്ട് സ്ഥിരമാക്കി വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് അതിന്റെ താപനില കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ വാതകത്തിന്റെ വ്യാപ്തം ആ താപനിലയ്ക്ക് അനുസരിച്ച് വർദ്ധിക്കുമെന്നാണ് ആര് പറഞ്ഞത്? ചാൾസ് നിയമം പറഞ്ഞത്. അതായത് നമ്മുടെ താപനിലയും വ്യാപ്തവും ഭയങ്കര അടുത്ത കൂട്ടുകാരാണ്. ഒരുത്തൻ ഒന്ന് ലെവൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കൂടെ കയറും. മനസ്സിലായോ?
അപ്പോ സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. വ്യാപ്തത്തെ നമ്മൾ v കൊണ്ട് സൂചിപ്പിക്കുന്നു, താപനിലയെ നമ്മൾ t കൊണ്ട് സൂചിപ്പിക്കുന്നു എങ്കിൽ v/t എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. v/t എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. പഠിക്കുക. ഇനി ചാൾസ് നിയമത്തിന്റെ നിത്യജീവിതത്തിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാൾസ് നിയമത്തിന്റെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്കത് നോക്കാം. വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നതിന് കാരണം ചോദിച്ചാൽ ചാൾസ് നിയമം. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നതിന് കാരണം ചാൾസ് നിയമമാണ്. എന്താ സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ബലൂൺ വെയിലേൽക്കുന്നത് കൊണ്ട് തന്നെ ബലൂണിനുള്ളിലെ വാതകം എന്ത് ചെയ്യും? ചൂട് പിടിക്കും. വാതകത്തിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ആ ചൂടിനനുസരിച്ച് അല്ലെങ്കിൽ ആ താപനിലയ്ക്കനുസരിച്ച് ആരുടെ വ്യാപ്തം കൂടും? വാതകത്തിന്റെ വ്യാപ്തം കൂടും. ഇതിനെയാണ് നമ്മൾ ചാൾസ് നിയമം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബലൂണിലേക്ക് ചൂട്, നമ്മുടെ വെയിലിന് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂട് ബലൂണിലെ വാതകത്തിലേക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാതകത്തിന്റെ വ്യാപ്തം കൂടും. വാതകത്തിന്റെ വ്യാപ്തം കൂടുകയും അതിനനുസരിച്ച് ബലൂൺ എന്ത് ചെയ്യും? പെരുകുകയും ചെയ്യും. അതായത് ബലൂണിന്റെ വ്യാപ്തവും വർദ്ധിക്കും. ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബലൂണിന് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ബലൂണിന്റെ റബ്ബറിന് വ്യാപ്തം കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ബലൂണ് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. വായു നിറച്ചൊരു ബലൂണ് വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നതിന് കാരണം ചോദിച്ചാൽ ചാൾസ് നിയമമാണ്. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ബലൂണിൽ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സൂര്യപ്രകാശത്ത് ചൂടുണ്ടല്ലേ, ഈ ചൂടിനെ നമ്മുടെ ബലൂണിലിരിക്കുന്ന ആരങ്ങ് വലിച്ചെടുക്കും? വാതകം അങ്ങ് വലിച്ചെടുക്കും. ഇങ്ങനെ വാതകം വലിച്ചെടുത്ത ചൂട് കൊണ്ട് എന്ത് സംഭവിക്കും? വാതകത്തിന് വ്യാപ്തം വർദ്ധിക്കും. ഇങ്ങനെ വാതകത്തിന്റെ വ്യാപ്തം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബലൂൺ ഒന്ന് പെരുകുമല്ലേ. എന്നാൽ വീണ്ടും ചൂട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വാതകത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം അതിനേക്കാളും വലിയൊരു വ്യാപ്തത്തിലേക്ക് ആര് കയറിപ്പോവും? ഈ ഇരിക്കുന്ന വാതകം കയറിപ്പോവും. അതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത് ചാൾസ് നിയമം. താപനില കൂടിയ വ്യാപ്തം അതിനോടൊപ്പം തന്നെ കൂടുമെന്ന് പറഞ്ഞു. അപ്പൊ താപനില പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബലൂൺ നിർമ്മിച്ചിരിക്കുന്ന റബ്ബറിന് ഇന്ന് താങ്ങാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണോ ആ റബ്ബറിന് താങ്ങാൻ പറ്റാത്തത്, അപ്പൊ ആ റബ്ബർ എന്ത് ചെയ്യും? പൊട്ടുകയും. അപ്പൊ നമ്മൾ പറയും ബലൂൺ പൊട്ടിപ്പോയി എന്ന് പറയുകയും ചെയ്യും. പഠിക്കുക. ഹോട്ട് എയർ ബലൂണുകളുടെ പ്രവർത്തന തത്വം. ഹോട്ട് എയർ ബലൂണുകളുടെ പ്രവർത്തന തത്വം പഠിക്കുക. ഹോട്ട് എയർ ബലൂണുകളിൽ ശക്തമായ ചൂടുവായു നിറയ്ക്കുന്നത് മൂലം വായുവിന്റെ വ്യാപ്തം കൂടുകയും ഹോട്ട് എയർ ബലൂൺ മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഹോട്ട് എയർ ബലൂണുകളിൽ ശക്തമായ ചൂടുവായു നിറയ്ക്കുന്നത് മൂലം വായുവിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യാപ്തം കൂടില്ല സുഹൃത്തുക്കളെ. വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോട്ട് എയർ ബലൂൺ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അന്തരീക്ഷ വായുവിന് വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ പറ്റുന്നത്? അവൻ മുകളിലേക്ക് ഉയർന്നു പോകുമല്ലേ. എന്നിട്ട് വ്യാപ്തം കുറഞ്ഞ കട്ടിയുള്ള വായുവാണ് എവിടെ കിടക്കുന്നത്? നമ്മൾ ഈ ശ്വസിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വായുവിന്റെ വ്യാപ്തം കൂടുകയും ഇത് മുകളിലേക്ക് എന്തേ ഉയർന്നു പോവുകയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ സുഹൃത്തുക്കൾ ഈ പോയിന്റ് ഓർത്തു വെച്ചിരിക്കുക. എയറോസോൾ ക്യാനുകൾ. എന്താണ് എയറോസോൾ ക്യാനുകൾ എന്ന് പറഞ്ഞത്? സുഹൃത്തുക്കൾ പേടിക്കണ്ട. നമ്മൾ അടിക്കുന്ന സ്പ്രേ ബോട്ടിലോട്ട് ഈ വാതകം നിറച്ചു വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളെ എല്ലാം നമുക്ക് എയറോസോൾ ക്യാനുകൾ എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. എയറോസോൾ ക്യാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, അതിനെ ആലോചിച്ചാൽ മതി. എയറോസോൾ ക്യാനുകൾ നിറച്ചിരിക്കുന്ന വാതകം താപനില കൂടുന്നതിനനുസരിച്ച് വികസിക്കുകയും എയറോസോൾ ക്യാനുകൾ പൊട്ടിത്തെറിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇതിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും അറിയാതെ തീയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പെർഫ്യൂമിന്റെ ബോട്ടിൽ വലിച്ചെറിയാറുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വളരെ ശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് നിയമമാണ്. അതായത് എയറോസോൾ ക്യാനുകൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീസൈക്കിൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എയറോസോൾ ക്യാനുകൾ നിറച്ചിരിക്കുന്ന വാതകം താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വികസിക്കുകയും എയറോസോൾ ക്യാനുകൾ പൊട്ടിത്തെറിക്കുന്നതിന് ഇത് കാരണമാകും. അതുകൊണ്ടാണ് നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടൊന്നും താപനില, അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടൊന്നും താപനില ഉള്ള സ്ഥലത്ത് ഇത് കൊണ്ട് വെക്കരുത് എന്ന് പറയുന്നതിന് കാരണം അതാണ് കേട്ടോ. അതാണ് പറയുന്നത് ഷെയ്ഡഡ് ആയിട്ടുള്ള പ്ലേസിൽ വേണം ഇങ്ങനെയുള്ള എയറോസോൾ ക്യാനുകളൊക്കെ വെക്കാനെന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ട് അങ്ങോട്ടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇതെല്ലാം എന്താണ്? സൂക്ഷിച്ചു വെക്കണം. ഇതെല്ലാം അതുകൊണ്ടാണ് പറയുന്നത്. സുഹൃത്തുക്കളെ പഠിക്കുക. അമിതമായി വായു നിറച്ച വാഹനത്തിന്റെ ടയറുകൾ ചൂടുകാലത്ത് പൊട്ടിത്തെറിക്കുന്നതിന് കാരണം ചാൾസ് നിയമമാണ്. അമിതമായി വായു നിറച്ച വാഹനത്തിന്റെ ടയറുകൾ ചൂടുകാലത്ത് പൊട്ടിത്തെറിക്കുന്നതിന് കാരണം ചോദിച്ചാൽ അത് ചാൾസ് നിയമമാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ഘർഷണ ബലം മൂലം വാഹനത്തിന്റെ ടയർ ചൂട് പിടിക്കുന്നു. അത് പഠിച്ചോളണേ. ഇവിടെയുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാല് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ ബലൂണിന്റെ കേസുമായിട്ട് ഇവനെ അങ്ങ് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മുടെ
വാഹനങ്ങളുടെ ടയർ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൂര്യപ്രകാശം അടിച്ചാലൊന്നും നമ്മുടെ ടയർ അങ്ങനെ വ്യാപ്തം വർദ്ധിച്ച് പൊട്ടിപ്പോകുന്നില്ല. പക്ഷെ മറ്റൊരു കാരണം ഇവിടെ വില്ലനായിട്ട് വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാരണം ഈ ടയറിനുള്ളിലെ വായുവിനെ ചൂടാക്കുന്നുണ്ട്. അതാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോ വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ഘർഷണ ബലം മൂലം വാഹനത്തിന്റെ ടയർ ചൂട് പിടിക്കുകയും ടയറിന്റെ താപനിലയ്ക്ക് അനുസരിച്ച് നമ്മുടെ ടയറിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിന്റെ വ്യാപ്തം കൂടുകയും ചെയ്യും. ഇതിനെയാണ് പറഞ്ഞത്? നമ്മുടെ ചാൾസ് നിയമം എന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ വാഹനത്തിനകത്ത് നിറച്ചിരിക്കുന്ന വാതകത്തിന്റെ വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ടയർ നിൽക്കോ സുഹൃത്തുക്കളെ? ഇല്ല, ആ ടയർ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ, പഠിക്കുക. പലഹാരത്തിന് ഉപയോഗിക്കുന്ന മാവ് പുളിച്ചുയർന്നു വരുന്നതിന് കാരണം ചോദിച്ചാൽ അതും ആരാണ്? ചാൾസ് നിയമമാണ്. ഇതാണ് ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചേ ഉള്ളൂ. സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പലഹാരത്തിന് ഉപയോഗിക്കുന്ന മാവ് പുളിച്ച് ഉയർന്നു വരുന്നതിന് കാരണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പോയിന്റ് കൂടെ പറയാം. പലഹാരങ്ങൾ നിർമ്മിക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ അവ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മൃദുവായിട്ട് കിട്ടും. അതിനുള്ള കാരണം ചോദിച്ചാലും ഇത് രണ്ടും സെയിം ആണ് കേട്ടോ, ഒരു വ്യത്യാസവുമില്ല. പലഹാരത്തിന് ഉപയോഗിക്കുന്ന മാവ് പുളിച്ചുയർന്നു വരുന്നതിന് കാരണം ചോദിച്ചാലും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബേക്കിംഗ് സോഡ ആയിരുന്നാലും ഇത് രണ്ടിലെയും പ്രവർത്തനം ഏകദേശം ഒരു കണക്ക് തന്നെയാണ്. അതുകൊണ്ട് പഠിക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. മാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോൾ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി മാവിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചുറ്റുപാടുമുള്ള താപനില ഉയരുന്നതിനനുസരിച്ച് വ്യാപ്തത്തിൽ വർധനമുണ്ടാവുകയും മാവ് പുളിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോ മാവ് പുളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് മാവിൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചുറ്റുപാടുമുള്ള താപനില ഉയരുന്നതിനനുസരിച്ച് അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുകയും മാവ് പുളിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നു. അതാണ് രാത്രി കാലത്ത് നമ്മൾ മാവ് എന്ത് ചെയ്യും? റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യും? അടച്ചു വെക്കരുതെന്ന് പറയുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാവിലെ ആവുന്നതിനനുസരിച്ച് നമ്മുടെ അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? വ്യത്യാസം വരും. ഈ അന്തരീക്ഷ താപനില കുറയോ കൂടോ സുഹൃത്തുക്കളെ? രാത്രി അപേക്ഷിച്ച് രാവിലെ അന്തരീക്ഷ താപനില കൂടുമല്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? കൂടി തുടങ്ങും. ഇങ്ങനെ പയ്യെ പയ്യെ അന്തരീക്ഷ താപനില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മാവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് മാവ് എന്ത് ചെയ്യും? പൊളിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇതേ പരിപാടി തന്നെയാണ് എവിടെ നടക്കുന്നത്? ബേക്കിംഗ് സോഡയിലും നടക്കുന്നത്. അതുകൊണ്ട് ഈ ബേക്കിംഗ് സോഡയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂട് കൊടുക്കൂലേ? ഈ ചൂട് കൊടുക്കുന്ന സമയത്ത് ആരെയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടത്തങ്ങ് പുറത്ത് ചാടി കഴിയുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് അങ്ങ് ഇരിക്കുകയോ ഇല്ല, ഇവൻ അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ വസ്തുവിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിനകത്തുള്ള കണികകൾ എന്ത് ചെയ്യും? വികസിച്ചു കഴിഞ്ഞാൽ അവ വളരെ സോഫ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. രണ്ടിന്റെ പ്രവർത്തനം ഒന്ന് തന്നെയാണ് സുഹൃത്തുക്കളെ, പഠിക്കുക. അടുത്തതാണ് അവഗാഡ്രോ നിയമം. അധികം PSC അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റുമാണ് നമുക്ക് പറയാം. പക്ഷേ ചാൾസ് നിയമവും അതുപോലെ തന്നെ ബോയ്ൽസ് നിയമമാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നതാണ് അവഗാഡ്രോ നിയമം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വാതകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന നിയമം അറിയപ്പെടുന്ന പേരാണ് അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അൽമേഡിയോ അവഗാഡ്രോ. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അവഗാഡ്രോ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ സുഹൃത്തുക്കളെ? ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോയാണ്. ആരാണ്? അമേഡിയോ അവഗാഡ്രോയാണ്. നമ്മൾ ആദ്യം ബോയിൽ നിയമം പറഞ്ഞപ്പോ നമ്മൾ താപനിലയെ അടിച്ചൊതുക്കി ഒരു സൈഡിലങ്ങ് ഇരുത്തി. രണ്ടാമത് ചാൾസ് നിയമം പറഞ്ഞപ്പോൾ നമ്മൾ മർദ്ദത്തെ അടിച്ചൊതുക്കിയങ്ങ് ഇരുത്തി. ഇപ്പൊ അവഗാഡ്രോ നിയമം വന്നപ്പോൾ നമ്മൾ താപനിലയെയും മർദ്ദത്തെയും എന്ത് ചെയ്തു? അടിച്ചൊതുക്കിയങ്ങ് വെച്ചിരിക്കുകയാണ്. ഇവ രണ്ടുപേരും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതിനെയാണ് അവഗാഡ്രോ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ഈ മൂന്ന് നിയമത്തിലും കോമൺ ആയിട്ട് വന്ന് കളിക്കുന്നത് ആരാണ്? വ്യാപ്തമാണ്. ഓക്കെ ആണ്. ഈ മൂന്ന് നിയമത്തിലും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബോയിൽ നിയമമാവട്ടെ, ചാൾസ് നിയമമാവട്ടെ, അവഗാഡ്രോ നിയമമാവട്ടെ, ഈ മൂന്ന് നിയമത്തിലും
മെയിൻ ആയിട്ട് നിൽക്കുന്ന ആരാണ്? വ്യാപ്തമാണ്. വ്യാപ്തത്തിന് ഒരു വ്യത്യാസവും ഈ 3 നിയമത്തിലും വരുന്നില്ല. അത് തന്നെയാണ് ഇത് പഠിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന കൺഫ്യൂഷനും. കാരണം ഇതിൽ 3 വ്യാപ്തമാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. താപനിലയെ മർദ്ദത്തെ നമ്മൾ അടിച്ചൊതുക്കി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് ആരോടെ കൂട്ടുപിടിക്കും സുഹൃത്തുക്കളെ? താപനിലയും ഇല്ല, മർദ്ദവും ഇല്ല, കൂട്ടുകൂടാൻ ആരുമില്ല. അതുകൊണ്ട് തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും, അല്ലെങ്കിൽ തന്മാത്രയുമായിട്ട് ആരും കൂട്ടുപിടിക്കും? നമ്മുടെ വ്യാപ്തം എന്ന് പറയുന്ന കൂട്ടുപിടിക്കും. എങ്ങനെയാ അവൻ കൂട്ടുപിടിക്കുന്നേ? തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തവും കൂടും. ചാൾസ് നിയമം പറഞ്ഞ കണക്ക് താപനില കൂടിയാൽ വ്യാപ്തവും കൂടുമെന്ന് പറഞ്ഞതുപോലെ അവഗാഡ്രോ നിയമത്തിൽ വരുമ്പോഴത്തേക്കും താപനിലയും കാണാനില്ല, മർദ്ദത്തെയും കാണാനില്ല. അതുകൊണ്ട് വ്യാപ്തം ആരുമായിട്ട് കൂട്ടുപിടിക്കും? തന്മാത്രകളുടെ എണ്ണവുമായിട്ട് കൂട്ടുപിടിക്കും. തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തം കൂടും, തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തവും കൂടുമെന്ന് ഇതാണ് അവഗാഡ്രോ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാതക വ്യാപ്തത്തെ V എന്നും വാതക തന്മാത്രകളുടെ എണ്ണത്തെ N എന്നും സൂചിപ്പിച്ചാൽ V/N എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. പഠിച്ചോളണേ. വാതക വ്യാപ്തത്തെ V എന്നും തന്മാത്രകളുടെ എണ്ണത്തെ N എന്നും സൂചിപ്പിച്ചാൽ V/N അല്ലെങ്കിൽ V/N എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. പഠിക്കുക. ഏതെങ്കിലും ഒരു വാതകത്തിന്റെ 1 മോൾ STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കേട്ടോ, അതിനെയാണ് നമ്മൾ STP എന്ന് പറയുന്നത്. STPയിലുള്ള ലിറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. അതായത് 1 മോൾ വാതകത്തിന് എടുത്തിട്ട് നമ്മളെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കുമെന്നാണ് അവഗാഡ്രോ നിയമപ്രകാരം നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലാണ് ചോദിച്ചതെന്നേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ അങ്ങനെ കാണാറില്ല. എന്നാലും നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു വാതകത്തിന്റെ 1 മോള് STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറില് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും. ഇതും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനിയാണ് നമ്മൾ അവഗാഡ്രോ നിയമത്തിന്റെ ഉദാഹരണം നോക്കാൻ പോകുന്നത്. ഡേ ടു ഡേ ലൈഫിലുള്ള ഉദാഹരണം കേട്ടോ, വളരെ ഉദാഹരണങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. കാറ്റുപോയ വാഹനത്തിന്റെ ടയറുകളുടെ ആകൃതി നഷ്ടമാകുന്നതിന് കാരണം ചോദിച്ചാൽ അത് അവഗാഡ്രോ നിയമമാണ് കേട്ടോ. കാറ്റുപോയ വാഹനത്തിന്റെ ടയറുകളുടെ ആകൃതി നഷ്ടമാകുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവഗാഡ്രോ നിയമപ്രകാരമാണ്. വാഹനത്തിലെ ടയറിനുള്ളിലെ വാതകം പുറത്തു പോകുന്നതോടുകൂടി ടയറിനുള്ളിലെ വാതക മോളുകളുടെ എണ്ണം കുറയുകയും വാതകം ഉൾക്കൊള്ളുന്ന വ്യാപ്തം കുറയുന്നതിനും ഇത് കാരണമാകും. ഇങ്ങനെ ടയറിന്റെ ആകൃതി നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ കാറ്റുപോയ വാഹനത്തിന്റെ ടയറുകളുടെ ആകൃതി നഷ്ടമാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് അവഗാഡ്രോ നിയമമാണ്. വാഹനത്തിന്റെ ടയറിനുള്ളിലെ വാതകം പുറത്തേക്ക് പോകുന്നതോടുകൂടി ടയറിനുള്ളിലെ വാതക മോളുകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയുകയും വാതകത്തിൽ ഉൾക്കൊള്ളുന്ന വ്യാപ്തത്തിന് എന്ത് ചെയ്യും? ഇത് കുറയുന്നതിനും കാരണമാകും. ഇങ്ങനെ ടയറിന്റെ ആകൃതി എന്ത് ചെയ്യും? നഷ്ടമാവുകയും ചെയ്യുന്നു. പഠിക്കുക. വാതകങ്ങളുടെ സംഭരണവും അതുപോലെ തന്നെ ഗതാഗതവും. വാതകങ്ങളുടെ സംഭരണവും അതുപോലെ തന്നെ ഗതാഗതവും. വാതകങ്ങളെ കൃത്യമായി സംഭരിക്കുന്നതിനും അവയെ കൃത്യമായി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകളുടെയും ടാങ്കറുകളുടെയും സുരക്ഷിതമായ നിർമ്മാണത്തിന് എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് അവഗാഡ്രോ നിയമമാണ്. പഠിച്ചോളണേ. വാതകങ്ങളുടെ സംഭരണവും ഗതാഗതവും എന്തിനു ഉദാഹരണമാണ്? അവഗാഡ്രോ നിയമത്തിന് ഉദാഹരണമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാതകങ്ങളെ കൃത്യമായി സംഭരിക്കുന്നതിനും അവയെ കൃത്യമായി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകളുടെയും ടാങ്കറുകളുടെയും സുരക്ഷിതമായ നിർമ്മാണത്തിന് എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അവഗാഡ്രോ നിയമമാണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.